എല്ലാവർക്കും സ്റ്റിച്ച് വൈബിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആര്യ എംബ്രോയ്ഡറിയുടെ ബേസിക് സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ചാണ് പഠിച്ചത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ചിന് എൻഡ് നോട്ട് ഇടുന്നതെന്നും പിന്നെ സിൽക്ക് ത്രെഡും സെറി ത്രെഡും ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു സ്വിങ് ത്രെഡ് ഉപയോഗിച്ചിട്ടായിരുന്നു ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആവുമ്പം ഏറ്റവും നല്ലത് ഇതേപോലത്തെ സ്വിങ് ത്രെഡിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് സെറി ത്രെഡിൽ എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ സെറി ത്രെഡ് വരുന്നത്. ഇത് നല്ല കട്ടിയാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഗോൾഡൻ ത്രെഡ് കഴിയുമ്പം ഒരു വൈറ്റ് കളറിലെ ഒരു ത്രെഡ് ഉണ്ടാവും. കണ്ടോ, ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. ഫസ്റ്റ് ബിഗിനേഴ്സ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ഈ ത്രെഡ് ആദ്യം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡൻ കളറിലെ ത്രെഡില്ലേ, ഇതിങ്ങനെ വലിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഈ വൈറ്റ് കളറിലെ ത്രെഡ് വരെ വരും. ഇങ്ങനെ ഉടക്കി പ്രോപ്പറായിട്ട് പുറത്തോട്ട് വന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം സ്വിങ് ത്രെഡിൽ പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഒരുപാട് വട്ടം ഈ ത്രെഡിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ഇത് ഈ ഗോൾഡൻ ത്രെഡ് വലിയാനുള്ള നല്ല ചാൻസാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് സ്റ്റിച്ച് വരത്തില്ല, താഴ്ഭാഗത്ത് കുടുങ്ങി നിൽക്കും, മുകളിലേക്ക് വരാതെ. അത് തന്നെയുമല്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരു പിടുത്തം പോലെ വരും. അപ്പോൾ അത് നമുക്കൊന്ന് പ്രാക്ടീസ് ആയതിന് ശേഷം നമ്മളിതിൽ തയ്ക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് സ്വിങ് ത്രെഡിൽ പ്രാക്ടീസ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇതിൽ തന്നെയാണ് എൻഡ് നോട്ട് ഇടുന്നതും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സെറി ത്രെഡിൽ എങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ കെട്ടിടത്തില്ല, അതേപോലെ തന്നെയാണ് കെട്ടിടുന്നത്. ഇതുപോലെ 2 വട്ടം ചുറ്റിയിട്ട് നമുക്കിതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പം ഇത് കുറച്ച് കട്ടിയുള്ള നൂലായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇതുപോലെ ചുരുണ്ട് കിട്ടാത്തത്. കണ്ടോ, ഇതുപോലെ അപ്പം ഇതുപോലെ നമ്മളൊന്ന് 2 വട്ടം ആക്കി കൊടുത്താൽ നമുക്കിതാ കണ്ടോ, ഇതുപോലെ കെട്ടുവരും. ഇതുപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് കുറച്ച് വലുപ്പത്തിലാണ് ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കാണിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചെയിൻ സ്റ്റിച്ചിനെ കുറിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് മനസ്സിലാവും. ഇനി നമുക്ക് എവിടെയാണോ എൻഡ് നോട്ട് ഇടേണ്ടത് ആ ഒരു ഭാഗത്തെ ചെയിൻ ആദ്യം നമുക്ക് ഇതുപോലെ കുറച്ചൊന്ന് നീട്ടി കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നീളത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും നീളത്തിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ അടുത്തും തന്നെ അടുത്ത സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ എടുക്കുക. കണ്ടോ, അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് ഈ സ്റ്റിച്ച് എടുക്കാൻ. ഈ ആദ്യം എടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റിച്ച് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഈ ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അതായത് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഈ ചെയിനില്ലേ, ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ ആദ്യം എടുത്ത ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ വലിക്കാൻ. അപ്പോൾ വലിക്കുന്ന സമയത്ത് നമുക്ക് അപ്പോൾ വലിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാമതെടുത്ത സ്റ്റിച്ച് ഇതുപോലെ താഴോട്ട് വലിച്ചു കൊടുക്കണം കേട്ടോ. ഈ ത്രെഡ് താഴോട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലൊരു നോട്ടാവും. ഇനി നമുക്ക് ഈ ഒരു ത്രെഡ് താഴ്ത്തി കൊടുക്കാം. അപ്പം താഴ്ത്തി കൊടുക്കാൻ വേണ്ടി ഇതുപോലെ നമുക്ക് നീഡിൽ മുകളിലോട്ട് എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് താഴേക്ക് വലിച്ചു കൊടുക്കാം. ഇതുപോലെ കണ്ടോ. അപ്പോൾ നമ്മളിവിടെ എൻഡ് നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ തയ്ക്കാം. എന്നിട്ട് എവിടെയാണോ എൻഡ് നോട്ട് ഇടേണ്ടത് അവിടെ വരുമ്പോൾ നമുക്കൊരു വലിയ ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത ചെയിൻ സ്റ്റിച്ച് എടുക്കാം.
എന്നിട്ട് ആദ്യം എടുത്തിട്ടുള്ള ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്ക് ഈ രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ച് എടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ തന്നെ ഈ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ എടുത്തു കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻഡ് നോട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ ഇനി നമുക്ക് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ 2 സ്റ്റാൻഡ്സിലാണ് എപ്പോഴും സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. സിംഗിൾ സ്റ്റാൻഡിൽ നമ്മൾ എടുക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ 2 കളറിലെ ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടോ, 2 ത്രെഡും ഇതുപോലെ മുകളിലോട്ട് വരണം കേട്ടോ. അപ്പോൾ ഈ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കുമ്പം വളരെ മെല്ലെ വേണം നമുക്ക് ഈ ത്രെഡ് ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ത്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് ധൃതി പിടിച്ചിട്ട് ത്രെഡ് വലിക്കാൻ പാടില്ല, മെല്ലെ മെല്ലെ വലിക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പിടിച്ച് വലിക്കാൻ പാടില്ല കേട്ടോ. നമുക്കിപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടേ വലിക്കാൻ പാടില്ല. മെല്ലെ മെല്ലെ, ഒരുപാട് ശക്തിയിൽ പിടിച്ച് വലിച്ചാൽ ത്രെഡ് പൊട്ടിപ്പോവും. കണ്ടോ, ഇതുപോലെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിനും എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ആദ്യം വലിയൊരു ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ എടുത്തു. എന്നിട്ട് അതിൻ്റെ അടുത്ത ചെയിൻ സ്റ്റിച്ച് നമ്മൾ എടുക്കും. അടുത്ത ചെയിൻ സ്റ്റിച്ച് നമുക്കിതുപോലെ എടുക്കണം. എന്നിട്ട് ഈ രണ്ട് ത്രെഡിൻ്റെ ഉള്ളിലൂടെ വേണേ നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഈ സെക്കൻഡ് ത്രെഡിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഫസ്റ്റ് ത്രെഡ് നമുക്കിതുപോലെ വലിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒന്നുകൂടി കാണിച്ചു തരാവേ. നിങ്ങളത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരിക്കലും ആരി വർക്ക് പഠിക്കാൻ പറ്റത്തില്ല. നമ്മൾ എവിടെ പോയി പഠിച്ചിട്ടും കാര്യമില്ല. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആരി വർക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതുപോലെ ടൈം എടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ബിഗിനേഴ്സൊക്കെ ആകുമ്പം ഒരുപാട് നേരം സ്ട്രെയിൻ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കേട്ടോ. കുറച്ചൊന്ന് റിലാക്സ് ഇടയ്ക്ക് ഒരു 10-15 മിനിറ്റൊക്കെ ചെയ്ത് നോക്കിയാൽ മതി ആദ്യം. അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണിനും അതേപോലെ നമ്മുടെ കഴുത്തിനും ഒക്കെ വേദന വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ. ഒന്ന് എയിമായി കഴിയുമ്പോൾ നമുക്ക് വേഗം തന്നെ ഈ സ്റ്റിച്ച് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം എളുപ്പം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാൻ പറ്റും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ആരും വിചാരിക്കേണ്ട. എല്ലാവർക്കും ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ടും ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ആരിയിൽ എൻഡ് നോട്ട് ഇടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതേപോലെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.